വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖല പ്രാതിനിധ്യ പോരാട്ട വാഹന പ്രചരണ ജാഥയ്ക്ക് തിരുവല്ലോമലയിൽ ഉജ്ജ്വല തുടക്കം. തിരുവല്ലോമല ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ UR പ്രദീപ് MLA ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പല വിഷയത്തിലും പ്രത്യേകിച്ച് OEC പോലുള്ള കാര്യങ്ങളാണ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം വരുമാന പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ ആവർത്തിച്ചുപെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടമാണ്. എത്രത്തോളം അതിൻ്റെ ഗവൺമെൻറ് തീരുമാനം എടുത്തു വെച്ചതും എന്നെല്ലാം പലവട്ടം ഞാനുൾപ്പെടെ നിയമസഭയ്ക്കകത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. നിയമസഭ ചേരുന്ന സമയത്ത് വിഷയങ്ങളെല്ലാം ബന്ധപ്പെട്ട മന്ത്രിയോട് സംസാരിക്കണം എന്നെല്ലാം നേതാക്കന്മാർ വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ അത്തരം വിഷയങ്ങൾ ഞാനും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഇപ്പോൾ പൊതുവേ നാം ആവശ്യപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ എഴുത്തച്ഛൻ സമുദായത്തിനെല്ലാം ഞാൻ ഉദ്ദേശിച്ചു. നിരവധി സംഘടനകളുടെ വിവിധ ആവശ്യങ്ങൾ ഇതുപോലെ ചെറുതും വലുതുമായി കഴിയാവുന്ന രീതിയിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. നമുക്കെല്ലാം പൊതുവായി ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സാമ്പത്തിക നെരുക്കടി ഉണ്ടെങ്കിലും ഗവൺമെൻറ് അതെല്ലാം തരണം ചെയ്ത് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടിസ്ഥാന സൗകര്യം, വികസനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി OEC വരുമാന പരിധി 15 ലക്ഷമായി ഉയർത്തുക, EWS സാർവത്രികമാക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. അയ്യപ്പൻ എഴുത്തച്ഛൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ മേപ്പുള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സമാജം ജില്ലാ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ KK ജയറാം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ രാജൻ, അനിൽ, ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ സാക്ഷ്യം വഹിക്കാനും ഔപചാരികമായി തുടക്കം കുറിക്കാനും ഇവിടെ എത്തിച്ചേർന്നിരുന്ന നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ MLA ശ്രീ UR പ്രദീപ് അവർകളെ, ഈ ജാഥയുടെ മാനേജർ കൂടിയായിട്ടുള്ള നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി ശ്രീ ജയകൃഷ്ണൻ T മേപ്പള്ളി, അതുപോലെ തന്നെ ഇന്ന് ഈ ജാഥയിൽ എന്നെ അനുഗമിക്കുന്ന സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശ്രീ PS രാജൻ, ശ്രീ TK ഗോവിന്ദൻ, ശ്രീ അനിൽ സാമ്രാട്ട്, അതുപോലെ തന്നെ ഇന്നിവിടെ ഈ സ്വീകരണം നൽകാൻ എത്തിച്ചേർത്തുള്ള കുത്തമ്പടി, കണിയാർക്കോട് ശാഖകളിലെ പ്രസിഡന്റുമാർ, പ്രധാന ഭാരവാഹികൾ, നമ്മുടെ സമുദായ സ്നേഹികൾ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ. ഫെബ്രുവരി 28 തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സമുദായത്തിന് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായുള്ള ശക്തി സംഭരിക്കുക കൂടിയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ജില്ലാ വൈസ് പ്രസിഡന്റ് ധന്യ രാമചന്ദ്രൻ, A മുരളി, രാധാകൃഷ്ണൻ കൊറ്റവീട്ടിൽ, മിഥുൻ മുരളീധരൻ, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി, സൗമ്യ സുരേഷ് തുടങ്ങി നിരവധി സാംസ്കാരിക സാമൂഹിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കോടതികളായ ഹൈക്കോടതി, സുപ്രീം കോടതി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് യാതൊരുവിധ പ്രാതിനിധ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, IAS, IPS തുടങ്ങിയ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ ഒന്നും തന്നെ നമുക്ക് യാതൊരുവിധ പ്രാതിനിധ്യവുമില്ല. ഐക്യ കേരളം രൂപപ്പെട്ട 1957 മുതൽ നാളിതുവരെ 47 ചീഫ് സെക്രട്ടറിമാരുണ്ട്. ഈ 47 ചീഫ് സെക്രട്ടറിമാരിൽ
നമ്മളെപ്പോലുള്ള OBC വിഭാഗത്തിൽ നിന്ന് രാജ്യത്ത് 55% OBC വിഭാഗമാണെന്ന് ആലോചിക്കണം. ന്യൂസ് ഡെസ്ക് CCV.